Hi friends, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എളുപ്പത്തിലുള്ള ഒരു ഉള്ളിക്കറിയാണ്, ഉള്ളി തീയൽ. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനു മുൻപ് എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആ ബെൽ ഐക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ഒരു പാനിൽ ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കുറച്ച് ഒരു 1/2 ടീസ്പൂൺ കടുകും ഇട്ട് കൊടുത്തു. ഇതൊന്ന് പൊട്ടുമ്പോൾ നമുക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും പച്ചമുളകും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ഇപ്പോൾ ചോറിനൊക്കെ ഇത് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് അത്രയ്ക്ക് കഴിക്കാൻ പറ്റും. അത്രയ്ക്ക് ടേസ്റ്റിയായ ഒന്നാണ്. ചെയ്യാനാണെങ്കിൽ വളരെ എളുപ്പവും. ഇതിന് നമ്മൾ തേങ്ങയൊന്നും അറുത്തരയ്ക്കുന്നില്ല, തേങ്ങ ഇല്ലാതെയാണ് വയ്ക്കുന്നത്. ഇതിന് ഇനി ഒന്ന് ബ്രൗൺ ആകും വരെ നമുക്കൊന്ന്. അപ്പോൾ ഇവിടെ ഏതാണ്ട് നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ കടുകിട്ട് കൊടുത്തു. പിന്നെ ഈ ഉള്ളിയും പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തു. അത് ഒന്ന് വഴറ്റിയെടുത്തതാണ്. ഇനി നമ്മളിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം പൊടികൾ ചേർക്കാം. ഒരു ടീസ്പൂണിന് ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1 ടീസ്പൂൺ മുളക് പൊടി, ഒരല്പം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. എപ്പോഴും ലോ ഫ്ലെയിമിൽ വയ്ക്കണം. ഒരല്പം മഞ്ഞൾപ്പൊടി. ഇതിനെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ള വെള്ളം. ഇപ്പം ഞാൻ പാനിലുള്ളത് ഒരു ചട്ടിയിലോട്ട് മാറ്റി. കാരണം ഞാൻ പുളിയൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് നോൺ സ്റ്റിക്ക് പാന് ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് ചട്ടിയിലോട്ട് മാറ്റി. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, പുളി, അതുപോലെ ആവശ്യത്തിന് പുളി കൂടെ ചേർത്ത് കൊടുക്കാം. പുളി ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളി ഞാൻ കുറച്ച് സമയം വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു. അത് നന്നായി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ വഴറ്റി വെച്ച ഉള്ളി, പച്ചമുളകും ഉള്ളിയും വഴറ്റിയത് ഞാൻ വേറൊരു ചട്ടിയിലോട്ട് മാറ്റി. എന്നിട്ട് ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞത് അതും ഒഴിച്ചു കൊടുത്തു. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു. ആ ഉള്ളി വഴറ്റിയതിൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് നല്ലപോലെ വെട്ടിത്തിളയ്ക്കണം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു. ഇവിടെ കറി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണൽ സ്റ്റെപ്പാണ്, പക്ഷേ ഇത് ചേർക്കുമ്പോൾ കറിക്ക് നല്ല ഒരു ടേസ്റ്റ് കിട്ടും. നമ്മുടെ കറിയിൽ നമ്മൾ നേരത്തെ ആവശ്യത്തിന് ഉപ്പും പുളിയും ഒക്കെ ചേർത്ത് കൊടുത്തല്ലോ. അപ്പോൾ എല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാനാണ് നമ്മൾ ഈ ശർക്കര ചേർക്കുന്നത്. അത് ചേർക്കുമ്പോൾ നല്ല ഒരു ടേസ്റ്റ് കിട്ടുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
അങ്ങനെ ഞാനിങ്ങനെ പതിവായി ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിന് നന്നായിട്ടൊന്ന് കുറുകി വരണം. അപ്പോഴേ ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് കംപ്ലീറ്റ് അങ്ങനെ കിട്ടുകയുള്ളൂ. ഇപ്പോൾ നല്ല ലൂസായിട്ടാണുള്ളത്, കുറച്ചുകൂടെ ഒന്ന് കുറുകി വരണം. ഇപ്പോൾ നമ്മുടെ ഉള്ളിക്കറി ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇത് മതി, നമുക്ക് ചോറിലൊക്കെ ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഇനി ഒരുപാട് തിക്കാകണ്ട, ഇത് തന്നെ മതിയാകും. പിന്നെ ഇനി നമുക്ക് തീയെ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സ്റ്റേജിന് കുറച്ച് മുമ്പേ നിങ്ങൾ ഉപ്പ്, പുളി, മധുരമൊക്കെ നിങ്ങളുടെ പാകത്തിന് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഇപ്പം ഞാൻ നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ആ മധുരം കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് അതിന് നല്ല എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്തുള്ള നല്ല ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പം നമുക്കിനി തീ ഓഫ് ചെയ്യാം. നമ്മൾ റെഡി ആയാലും ഉടനെ എടുത്ത് ഉപയോഗിക്കരുത്. ഒന്ന് കുറച്ച് സമയം നമ്മൾ ആ ചട്ടിയിൽ തന്നെ വച്ചേക്കണം, എന്നാലേ ആ ഒരു ടേസ്റ്റൊക്കെ നന്നായിട്ട് കിട്ടുകയുള്ളൂ. ഉടനെ നമ്മൾ എടുത്ത് ഉപയോഗിക്കുമ്പോൾ അത്ര ഒരു ടേസ്റ്റി ആയി തോന്നില്ല. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തിട്ട് ഒരു 5-10 മിനിറ്റെങ്കിലും നമ്മൾ ആ ചട്ടിയിൽ വെച്ചതിന് ശേഷം എടുത്തു കഴിഞ്ഞാൽ നല്ല കുറച്ചുകൂടെ ടേസ്റ്റൊക്കെ കൂടും.